നമസ്കാരം. ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഒരു വിഷു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആശംസ കാർഡ്, ഒരു ഹോട്ടൽ ഇറക്കിയ ഒരു കാർഡിനകത്ത് നമ്മുടെ ഉണ്ണിക്കണ്ണൻ മന്തി തിന്നാൻ പോകുന്നതായിട്ട് ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഒരു പോസ്റ്റർ അവർ ഏകദേശം 8ഓളം പോസ്റ്റർ 6ഓളം പോസ്റ്റർ എന്തോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് ഫേസ്ബുക്ക് വഴി വിവാദമാകുകയും അതിലൂടെ എന്താ പറയുക, വളരെയധികം വിമർശനം നേരിടുകയും ചെയ്തിരുന്നു. അത് ഒരു പ്രത്യേക മതവിഭാഗത്തിനെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ളതായതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ അത് ചെയ്തത് വളരെ മോശമായി പോയി എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്ക് മനഃപൂർവ്വം അല്ലാതെയോ നമുക്കറിയാം, അല്ല ഈ പറയുന്ന പോലെ ഒരു മതത്തിൻ്റെ ആരാധനാ മൂർത്തികൾ അല്ലെങ്കിൽ ആരാധനാ ദൈവങ്ങളായിട്ടുള്ള നമ്മൾ കാണുന്ന ആ ഒരു സംഭവം വെച്ചിട്ട് നമ്മൾ എന്താ പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് മറ്റുള്ള ഒരു മതത്തിൻ്റെ വിഭാഗക്കാരുടെ അവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അവർ ചെയ്തത് 100% തെറ്റാണ്. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഇതിനകത്ത് ഞാനത് ഈ വിഷയത്തിനകത്ത് എൻ്റെ അഭിപ്രായം ഇതാണ്. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിച്ച മറ്റൊന്നാണ്. കാരണം ഞാൻ അതിന് ശേഷം ആ വിഷു കഴിഞ്ഞതിന് ശേഷം ഇത്രയും ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫേസ്ബുക്ക് പ്രൊഫൈലിലും അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജസിലും അല്ലെങ്കിൽ യൂട്യൂബിൽ, ഇൻസ്റ്റാഗ്രാമിൽ, പിന്നെ നമ്മുടെ മാധ്യമങ്ങളുടെ ചാനൽ ചർച്ചകളിലും എല്ലാം ഈ പറയുന്ന വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ കാണിക്കുന്ന പിക്ചർ സെയിം പിക്ചർ തന്നെയാണ്. അതായത് ഏതാണോ വിവാദമായിക്കൊണ്ടിരിക്കുന്നത് ആ വിവാദമായ പിക്ചർ തന്നെയാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫേസ്ബുക്കിൽ ഒരാൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ ശ്രീകൃഷ്ണൻ മന്തി തിന്നുന്ന ആ വിഷയത്തിന് ഇറക്കിയ പോസ്റ്റർ എന്താണോ, ആ ഹോട്ടലുകാർ ഇറക്കിയ പോസ്റ്റർ എന്താണോ അത് തന്നെയാണ് ഇവരിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ തമ്പനയിൽ അതാണ് ഇട്ടിരിക്കുന്നത്. ഒരു ന്യൂസ് ചാനലിനകത്ത് ആ വാർത്ത പറയുമ്പോഴും ആ പിക്ചർ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഒരു ഡിബേറ്റ് നടത്തുമ്പോഴും അതിനകത്ത് ഈ പിക്ചർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വിവാദമായിട്ടുണ്ടാകുന്ന ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് ആ പോസ്റ്റർ നമ്മൾ വീണ്ടും ഡിസ്പ്ലേ ചെയ്യാൻ കാണിക്കാതിരിക്കാൻ നമ്മൾ മനഃപൂർവ്വമായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വീണ്ടും അത് ആൾക്കാരിലേക്ക് വീണ്ടും കാണിക്കുന്ന രീതിയിലേക്ക് പ്രദർശിപ്പിക്കുന്നത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. പക്ഷേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ആ പോസ്റ്റർ വീണ്ടും വീണ്ടും ഉപയോഗിച്ച് ആ കൂടുതൽ ആളുകളെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ ഏത് വിഷയത്തിലാണോ അത് തെറ്റായ ഒരു ഹോട്ടൽ ഉടമയോ അല്ലെങ്കിൽ ഹോട്ടലിന്റെ ആൾക്കാർ ചെയ്തു പോയ ഒരു തെറ്റ് അവരതിന് മാപ്പ് പറയും, അതിൽ അവർക്കെതിരെ പോലീസ് കേസ് വരികയും ചെയ്തിട്ട് പോലും നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് ഭയങ്കര എന്താ പറയുക, രണ്ട് മതങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കാനുള്ള രീതിയിൽ കുറേ ആൾക്കാർ സ്ഥാപിത താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഫേസ്ബുക്കിലൂടെയും മറ്റും വളരെ വിവാദപരമായ പ്രസ്താവനകൾ ഇറക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിവാദപരമായിട്ടുള്ള പ്രൊഫൈലുകളിൽ നിന്നുള്ള വളരെയധികം എന്താ പറയുക റൈറ്റിങ്സ് ഒക്കെ അവർ എഴുതുന്നുണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇതേ പോസ്റ്റർ തന്നെയാണ് അവർ ആ വിഷയം സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റൈറ്റപ്സിന്റെ കൂടെ ഇടുന്നത്. അപ്പോൾ വീണ്ടും വീണ്ടും ആളുകളിലേക്ക് ഈ സാധനം ഈ പറയുന്ന പോസ്റ്റർ പ്രദർശിപ്പിച്ചുകൊണ്ട് ചാനലുകൾ അടക്കം ഈ പോസ്റ്ററുകൾ പ്രദർശിപ്പിക്കുന്നതിൽ നിന്ന് പിന്മാറണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് വിവേചനപൂർവ്വമായി ചിന്തിച്ചുകൊണ്ട് ആ പോസ്റ്റർ ഉപയോഗിക്കാതിരുന്നിട്ടുള്ളത്. ബാക്കി എല്ലാവരും സെലിബ്രിറ്റീസ് അടക്കം ഈ പറയുന്ന വിവാദപരമായ പോസ്റ്റർ ഇട്ടുകൊണ്ട് തന്നെയാണ് അവർ ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. ഏത് പിക്ചറാണോ അല്ലെങ്കിൽ ഏത് പടമാണോ ഒരു മതവിഭാഗത്തിനെ അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുകയും അവരുടെ വിശ്വാസത്തെ ഒരു അവഹേളിക്കുന്ന രീതിയിൽ കാണിച്ചിരിക്കുന്ന അതേ പോസ്റ്റർ തന്നെ വീണ്ടും പ്രൊഫൈലിലൂടെയും പേജിലൂടെയും യൂട്യൂബ് തംബ്നെയിലായിട്ടും ന്യൂസ് ചാനലുകളുടെ ചർച്ചയിൽ അവരുടെ സ്ക്രീനിലും ഇത് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ആ വിഷയം തന്നെയാണ് ഇപ്പം ഹോട്ടലുകാർ ചെയ്ത് അറിഞ്ഞോ അറിയാതെ അവർ ചെയ്ത തെറ്റ് നമ്മളിലൂടെ നമ്മൾ വീണ്ടും അത് ആവർത്തിച്ച് ആ തെറ്റുകൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണോ നമ്മൾ ചെയ്യരുതാത്തത് അത് തന്നെയാണ് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പടം പിന്നെ മില്യൺസ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് വീണ്ടും എത്തിക്കുക തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പ്രൊഫൈലുകളിലോ ഫേസ്ബുക്ക് പ്രൊഫൈലിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിലോ നിങ്ങളുടെ യൂട്യൂബിലോ നിങ്ങളുടെ എവിടെയെങ്കിലും നിങ്ങൾ ഈ ഒരു പിക്ചർ പ്രദർശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് ഒഴിവാക്കുക. കാരണം ഹോട്ടലുകാർ ചെയ്തത് തെറ്റാണെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ തെറ്റ് തന്നെയാണ്. ആ പടം വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾ ചെയ്തത് അതേ തെറ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ പറയുന്നു, നിങ്ങൾ എവിടേക്ക് ഇതൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടോ ഇതെല്ലാം റിമൂവ് ചെയ്യുക. കാരണം അത് മതവികാരത്തെ വ്രണപ്പെടുത്തുമെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ വ്രണപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിൻ്റെ ഒരു ആരാധന ദൈവത്തിൻ്റെ പടം വെച്ചിട്ട് നമ്മൾ വൃത്തിഹീനമായിട്ട് ചിത്രീകരിക്കുന്ന
ഒരു സംഭവം ഉണ്ടെങ്കിൽ ആ പിക്ചർ തന്നെ നമ്മൾ വീണ്ടും എടുത്ത് ഉപയോഗിക്കുന്നതിലൂടെ നമ്മളും ചെയ്യുന്നത് ആ തെറ്റ് തന്നെയാണ്. എൻ്റെ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം ന്യൂസ് ചാനലിൽ പോലും ഞാൻ ഇപ്പോൾ കുറച്ച് മുമ്പേ കൂടി കണ്ടതിനകത്തും അവർ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ സ്ക്രീനിലായിട്ട് ആ ഒരു പിക്ചർ തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹോട്ടലുകാർ കാണിച്ചതും ഇവർ കാണിക്കുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇപ്പോൾ എൻ്റെ യൂട്യൂബിൽ എന്നെ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സ് ഇത് കാണുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തും. അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ ഞാൻ പറയുന്ന അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ വിയോജിക്കുന്നുണ്ടോ എന്ന് നിങ്ങളുടെ കമൻറ്റിലൂടെ നിങ്ങൾ പറയും. അതോടുകൂടി എന്താ പറയുക, ജനങ്ങളിലേക്ക് എത്തട്ടെ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ് എത്രത്തോളം ആഴത്തിലുള്ളതെന്നാണെന്ന് ജനങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ കാണുന്നതോട് കൂടിയിട്ട് നമ്മൾ ഷെയർ ചെയ്തിരിക്കുന്ന ആ പിക്ചർ നമ്മുടെ പ്രൊഫൈലിലും നമ്മുടെ യൂട്യൂബ് ചാനലിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ നമ്മൾ ആ പിക്ചർ തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് ദയവ് ചെയ്ത് ഒഴിവാക്കണമെന്ന് ഞാൻ നിങ്ങളെല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. അതും ന്യൂസ് ചാനൽ ഈ വിഷയം ശരിക്കും പറഞ്ഞാൽ അതൊരു എന്താ പറയുക, അങ്ങനെ ഒരു വിഷയം വികാരം വ്രണപ്പെടുന്ന രീതിയിലൊരു വിഷയം ഉണ്ടായി. അവർ മാപ്പ് പറഞ്ഞ് അത് പിൻവലിച്ചു. അവർ പോലീസ് കേസ് ഉണ്ടായി. ഇനി ആ വിഷയം ഊതി കത്തിച്ചുകൊണ്ട് രണ്ട് മതങ്ങൾ തമ്മിൽ ഒരു ചർച്ച ഒരു ഭയങ്കര എന്താ പറയുക യുദ്ധത്തിലേക്ക് വരുത്തുന്ന രീതിയിലുള്ള യാതൊരു പ്രകോപനപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ചും എൻ്റെ അഭിപ്രായം ഇതാണ്, നിങ്ങൾ അവിടെ എവിടെയെങ്കിലും ഫേസ്ബുക്കിലോ നിങ്ങളുടെ പേജിലോ പ്രൊഫൈലിലോ എവിടെയെങ്കിലും അല്ലെങ്കിൽ ഈ ന്യൂസ് ചാനലിലാണെങ്കിൽ പോലും ഈ പിക്ചർ എവിടെയൊക്കെ നിങ്ങൾ ഇട്ടിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം ഇത് റിമൂവ് ചെയ്ത് മാറ്റണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിർത്തുന്നു. നന്ദി.